ഇന്ന് ഹൈന്ദവർ ഭാരതത്തിൽ അനേക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സമ്പത്തില്ലാഴിക, ആവശ്യത്തിന് സമ്പത്തില്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടും. സാമ്പത്തികത്തിൻ്റെ കുറവ് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു നാഥനില്ലാ കളരി പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ വ്യക്തിയും നല്ല പ്രചോദനം കിട്ടിയാലേ വളരൂ. മനുഷ്യ പ്രകൃതം അതാണ്. എന്ത് കഴിവുണ്ടെങ്കിലും ഒരു പ്രചോദനം കിട്ടണം. മറ്റൊരാളിൽ നിന്ന്, മറ്റ് സംഘടനകളിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് കിട്ടിയാലും മതി. നല്ല പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നേറാനാവുള്ളൂ. കഴിവ് എത്ര ഉണ്ടായാലും, കഴിവ് ധാരാളമുണ്ട്. ഭാരതീയമായ കഴിവുകൾ, ജന്മനാ ഉള്ള കഴിവുകൾ, പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവുകൾ, മറ്റാർക്കും ഇല്ലാത്ത സമ്പത്ത്, ആ വ്യക്തിപരമായ കഴിവുകൾ ഇന്ത്യക്കാരനുണ്ട്. എന്നിട്ടും വളരുന്നില്ല. ഹൈന്ദവൻ അങ്ങോട്ട് വളരുന്നില്ല. നാഥനില്ലാത്തതുകൊണ്ടാണ്. സഹായിക്കാൻ ആളില്ല. സാമ്പത്തിക സഹായം അല്ല വേണ്ടത്, നല്ല ആശയങ്ങളാണ് വേണ്ടത്. ഓരോ പഞ്ചായത്തിലും ഹൈന്ദവരെല്ലാം കൂടെ ചേർന്ന് അവരവർക്ക് ആവാം. അവരവർക്ക് ഓരോ സംഘടനകളുണ്ട്, അത് പോരാ. ഹൈന്ദവരെല്ലാവരും ഓരോ പഞ്ചായത്ത് തലത്തിൽ കൂടി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് പ്രായവും പക്വതയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൊണ്ടൊന്നും നാട്ടിലുള്ളവരുമായിട്ട് അവരെ വിളിച്ച് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. എല്ലാവരും കൂടണം. അങ്ങനെ കൂടി ചർച്ച ചെയ്ത് അതോടൊപ്പം പല കാര്യങ്ങളും, വ്യക്തിപരമായ കാര്യങ്ങൾ പലരും തുറന്നു പറയാൻ മടിക്കും. അതുകൊണ്ട് വ്യക്തികളെയും കണ്ട് പേഴ്സണലായിട്ടും ആശയങ്ങൾ കൈമാറി എന്തുവാണ് ആവശ്യമെന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്താൽ മതി. അല്ലാതെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടല്ല എല്ലാ കാര്യവും നടത്തുന്നത്. അത് വന്നു ചേരാൻ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിക്കാൻ പലർക്കും അറിഞ്ഞുകൂടാ. അത് പ്രത്യേക ഒരു ടാലൻ്റാണ്. അത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സമ്പത്ത് നേടുന്നത് എങ്ങനെയാണെന്ന് ഒരു ക്ലാസ്, ഒരു ആശയം കുട്ടിയിൽ കുത്തിച്ചെലുത്തണം. മറ്റു മതസ്ഥരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കഥകളിലൂടെയും മറ്റുമൊക്കെ. ഇതൊന്നുമില്ല. ഇത് കുട്ടിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുറേ പുരാണങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെ കാണാതെ പഠിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാവുമെങ്കിൽ ആവാം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടത് രസകരമായ കഥകൾ ഉണ്ടാക്കി പറയാം, ഉള്ളത് എടുത്ത് കോട്ട് ചെയ്ത് പറയാം. അത് പറഞ്ഞ് സമ്പത്ത് എങ്ങനെ ആർജിക്കണം, ഈ ഒരറിവ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അവൻ അത് പ്രായം വരുന്നതിട്ട് അവൻ്റെ അതിലുള്ള ആ ആഗ്രഹം വർദ്ധിക്കും. നല്ല പോലെ സമ്പത്ത് നേടുന്നതിൻ്റെ ആവശ്യം അവൻ മനസ്സിലാക്കും. ശരിക്ക് വീട്ടിൽ നിന്നും കിട്ടാം, പിന്നെ സ്കൂളിൽ നിന്നും കിട്ടേണ്ടതാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ സാമ്പത്തികമായ ഞെരുക്കം മാറാൻ പറ്റൂ. സമ്പത്ത് എല്ലാ മതങ്ങൾക്കുണ്ട്. മതഗ്രന്ഥങ്ങളിലുള്ള സമ്പത്ത് നേടുന്നത് എങ്ങനെയാണെന്ന് കഥകൾ മുഖേന കൊടുത്തിട്ടുണ്ട്. ധാരാളം കഥകളാണ്, ഒന്നോ രണ്ടോ അല്ല. ഇവിടെ അതെങ്ങനെയാണ് ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ അത് ഗോപ്യമാണ്, അത് മനസ്സിലാകുകയില്ല വായിച്ചാൽ. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾ ആ വശം മനസ്സിലാക്കുകയില്ല. അവർ മനസ്സിലാകാത്തതായിരിക്കും, പറഞ്ഞു കൊടുക്കുകയില്ല. അവർ ആത്മീയ വശം മാത്രം പറഞ്ഞു കൊടുക്കും. അതാർക്ക് വേണം ആത്മീയത? പാട്ടിൻ്റെ കിടക്കുന്നവൻ ആത്മീയത എങ്ങോട്ടാണ് ചെല്ലുന്നത്? അത് സമ്പത്ത് നേടാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ചെറുപ്പത്തിലെ വീട്ടിൽ നിന്നുള്ള അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അത് വളരുന്നതനുസരിച്ച് കൂട്ടി അതിൻ്റെ ആ ഗൗരവം കൂട്ടി വരണം. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ സമ്പത്ത് നേടുന്നതിന് എന്ത് ആണ് ആവശ്യം എന്ന് കുട്ടി ശരിക്കും മനസ്സിലാക്കണം. സമ്പത്ത് നേടുന്നത് എന്തിനാണ്, ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന്. അതില്ല, ഹൈന്ദവരുടെ ഇല്ല. അതാണ് ഏക പ്രശ്നം, അതേ ഉള്ളൂ. അത്രയും ആയവൻ സ്വയം ഇത് ആർജിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവൻ നേടാൻ പരമാവധി ശ്രമിക്കും. വളരെ ചെറുപ്പത്തിൽ ഇത് നേടിയെടുക്കാനുള്ളൊരു കഴിവ് വരും. ചെറുപ്പത്തിൽ തുടങ്ങിയാലേ പറ്റൂ. കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങണം. അത് കഥകൾ പറയാം. അതിനുള്ള കഥകൾ പുരാണങ്ങളിലുണ്ട്, ധാരാളമുണ്ട്. അതിനകത്തെല്ലാം ഉണ്ട്, സമ്പത്തിൻ്റെ വശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഗോപ്യമാണ്. വളരെ ഒത്തിരി ആശയങ്ങളാണ്, കുറച്ചൊന്നുമല്ല, വളരെയധികം ആശയങ്ങൾ സമ്പത്തിൻ്റെ ആവശ്യത്തെ കൂടുതലുണ്ട്. അത് മനസ്സിലാകില്ല കുട്ടിക്ക്. അത് പറഞ്ഞ് മനസ്സിലാക്കി പഞ്ചായത്ത് തലത്തിൽ ഈ ആഴ്ചയിൽ ഒന്നോ മറ്റോ കൂടി 2 മണിക്കൂർ മതി. 2 മണിക്കൂർ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നല്ലപോലെ വലിയവരെയും കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പേഴ്സണലായും പൊതുവായും പറഞ്ഞ് പേഴ്സണലായിട്ട് ചോദിച്ച് അവർ മാത്രം അറിഞ്ഞാലും മതി. അത് നമ്മൾ ഇതിൽ കൊള്ളാവുന്ന ആരെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിവുള്ള ആൾക്കാർ രഹസ്യമായിട്ട് കണ്ട് അങ്ങനൊരു സേവന മനസ്ഥിതിയോടെ ഇടപെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ആരും സമ്പത്തിന് കുറഞ്ഞൊരു കാണുകയില്ല. ഒരു ധാരാളമില്ലാത്ത നല്ല ഹൈ സ്പീഡിൽ മുന്നേറും. നമുക്കറിയാമല്ലോ, ഇത്രയും കാലം 75 വർഷം ഇവിടെ ഭരണം നടന്നിട്ട് നമുക്ക് വല്ലതും നേടിയോ? പട്ടിണി പാവങ്ങൾ പുറത്ത് ചെന്നാൽ പട്ടിണിക്കാർ വന്നാണ് അവർ വിലയിരുത്തുന്നത്. പട്ടിണിക്കാരെന്നുള്ളൊരു ലേബലിലാണ് നമ്മൾ ഇന്ത്യക്കാരൻ പുറത്ത് അന്വേഷിച്ച് അറിഞ്ഞിരുന്നെന്ന് അനേകം ആൾക്കാർ മുഖേന നമ്മൾ അറിയുന്നുണ്ട്. സന്തോഷ് കുളങ്ങരയൊക്കെ സംസാരിക്കുന്ന മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ. ആ അവസ്ഥ മാറി. ഇപ്പം ഇന്ത്യക്കാരൻ വലിയ വെയിറ്റാണ്. കാരണം ഒരൊറ്റ വ്യക്തിയുടെ ഉപദേശമാണ് അതിന് കാരണമായത്. ആ വ്യക്തി മറ്റാൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നേറി 10 കൊല്ലം കൊണ്ട് 75 കൊല്ലം കൊണ്ട് നേടിയതിൻ്റെ ഒരു 2 ഇരട്ടിയോളം വെറും 10 കൊല്ലം കൊണ്ട് നേടി. അതാണ് ഉപദേശത്തിൻ്റെ ഗുണം. അതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ധാരാളം പേരുണ്ട്. അവസരങ്ങൾ അവർ മുതലാക്കണം. അവരുടെ കഴിവുകൾ, അറിവുകൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കണം. പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനൊരു സംഘടിപ്പിക്കണം കഴിവുള്ളവർ. എവിടെയെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ അതിനുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂടി, അതെ 2 മണിക്കൂറായാലും മതി, കൂടുതൽ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എടുത്തിട്ട് ഒരു ദിവസം ഏതെങ്കിലും സൗകര്യം, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അന്യോന്യം ആശയങ്ങൾ കൈമാറി പോരാഴിക പരിഹരിച്ച് ഓരോ വ്യക്തി അതിവേഗം അതിശീഘ്രം വളരും. 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ആകെ സ്ഥിതി അങ്ങ് മാറും. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങ് മാറും. അവൻ പണം സമ്പാദിക്കുന്നത് എങ്ങനെ പഠിക്കും? ഹൈന്ദവരത് അറിഞ്ഞുകൂടാ. ഒരു ഈ വിഭാഗത്തിൽ ഹൈന്ദവരിൽ കണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ? അതൊന്നും ഈ കാര്യത്തിൽ ബാധകമല്ല. ഇതൊന്നും ചിന്തിക്കാനേ പാടില്ല. നമ്മൾ കൂടുമ്പോൾ എല്ലാവരും ഒന്നാണ്, ഒരേ ആള്. അവരെല്ലാവരും ഹൈന്ദവരാണ് എന്ന രീതിയിൽ വേണം. ആരും ആരെക്കാളും പൊക്കത്തിലോ താഴോ ഒന്നുമില്ല. അതിൻ്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്താ ഇവിടുത്തെ ജാതിന്ന് ഒരു ജാതിയില്ല. രക്തബന്ധമുള്ളവരാ. ജനറ്റിക്കൽ ചെക്കിങ് നടത്തിയാൽ ഇവിടുത്തെ വനവാസിയും ഇവിടുത്തെ ഈ ഉയർന്ന സമുദായത്തിൽ എന്ന് നമ്മൾ പറയുന്ന അങ്ങനെയല്ല, അങ്ങനെ പറയുന്ന, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെയും ഏറ്റവും ആൾക്കാർക്ക് മനസ്സിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാലും നമ്മുടെ ഇവിടുത്തെ ദളിതനും ഒരാളും കൂടെ എടുത്തിട്ടാണെങ്കിൽ എല്ലാം ജനറ്റിക്കലായിട്ട് ഒരേ ഘടനയാണ്. കാരണം നമ്മൾ ഒരേ ജനമായിരുന്നു. നമ്മൾ തിരിഞ്ഞിട്ട് 1200 കൊല്ലം ആയിട്ടുള്ളൂ. അതുവരെ ഒന്നിച്ച് അന്യോന്യം വിവാഹം നടത്തി ഒന്നിച്ചു സദ്യ കൊണ്ട് ഒന്നിച്ച് താമസിച്ചവരായി നമ്മൾ. അന്ന് മുതലായി പിരിവുണ്ടായത് 1200 കൊല്ലം മുമ്പ്. അതൊന്ന് ഓർത്താൽ മതി. അതിന് പ്രാധാന്യം ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഈ പഞ്ചായത്ത് തലത്തിൽ കൂടി എല്ലാവരുടെയും വളർച്ചയ്ക്ക് ആവശ്യമുള്ള എന്തുവാ ചെയ്യണമെന്ന് എല്ലാവരും ആയിട്ട് ആലോചിച്ച് ഓരോരുത്തരുടെയും പ്രശ്നം പേഴ്സണലായിട്ട് ഏതെങ്കിലും കൊള്ളാവുന്ന അതിൽ ഉള്ള ആൾക്കാർ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം പറഞ്ഞു കൊടുത്താൽ മതി, ആശയം കൊടുത്താൽ മതി. അല്ലാതെ ധനം കൊടുക്കുന്നതിലല്ല കാര്യം. ധനം കൊടുത്താൽ ഇന്നൊന്നും കൊടുക്കാൻ പറ്റുമോ? ആശയം നല്ല കൃത്യമായിട്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കാൻ സഹായിച്ചാൽ അവർ വളർന്നോളും തന്നെ നല്ല നിലയിലേക്ക് ഉയരും. ആരും ഇവിടെ മോശം വരില്ല. നല്ല നല്ല നിലയിലേക്ക് ഉയർന്ന 10 കൊല്ലം കൊണ്ട് ഇന്നത്തെ സ്ഥിതിയൊക്കെ അങ്ങ് മാറും. ഇപ്പം ഹൈന്ദവൻ വളരെ പുറകിലാണ് സാമ്പത്തികമായിട്ട്. ഇതാണ് ഉപദേശമില്ലഞ്ഞിട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല. അമ്പലത്തിൽ ചെന്നാൽ ഒന്നും അവിടുന്ന് നമുക്ക് ഭക്തിയും ആത്മീയതയുമായിട്ട് മാത്രമേ അവിടെ ബന്ധമുള്ളൂ. നമുക്ക് ആശയങ്ങളൊന്നും അവിടുന്ന് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആഴ്ച തോറും ഈ ഇതുപോലുള്ള കൂട്ടൽ വേണം. അത് പലരും ഭരണം വേണ്ടപ്പെട്ട ആൾക്കാർ പുറത്തുനിന്ന് കൊണ്ടുവരണം. അവിടെ തന്നെയുള്ള കൊള്ളാവുന്ന 3-4 പേരെ തിരഞ്ഞെടുത്ത് അവരോരോ ആഴ്ചയിലും ക്ലാസ്സുകൾ കൊടുക്കണം. അങ്ങനെ ഓരോ രീതിയിലും വളർത്തിയെടുക്കണം നമുക്ക്. അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം, ഉടൻ തന്നെ. അത് കേരളത്തിൽ ആദ്യം നമ്മളങ്ങോട്ട് പോകട്ടെ, നമുക്കങ്ങോട്ട് ആരംഭിക്കാം. ഓരോ പഞ്ചായത്തിലും കൊള്ളാവുന്ന ആൾക്കാർ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എല്ലാവരും ഒന്നാണ്. ഒരേ രക്തം, ഒരേ ആശയം, ഒരേ കാര്യം. എല്ലാവർക്കും സാമ്പത്തിക നില മെച്ചപ്പെട്ട് ഏതാണ്ടൊരു ജീവിക്കാൻ തക്ക
മറ്റൊരാളെ ആശ്രയിക്കാതെ, മറ്റൊരാളുടെ കീഴിൽ ജീവിക്കാതെ, മറ്റൊരാളുടെ കീഴിൽ പോകും ധനമില്ലെങ്കിൽ. അങ്ങനെ കീഴിൽ പോയ ആളുടെ ഒരു ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ദിവസം അതൊന്നുകൂടി പറയാം, അന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അങ്ങനെ വലിയൊരു തറവാട്ടിൽപ്പെട്ട ഒരു അംഗത്തിന് പറ്റിയ വലിയൊരു വീഴ്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നുകൂടൊന്ന് പറയാം. അതിവിടെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അത് നിശ്ചയമായിട്ട് ഈ കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.